വർഷം മുൻപാണ് ടോണിയുടെ മനസ്സിൽ ഫുഡ് ട്രക്ക് എന്ന ആശയം വരുന്നത്. ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു അപ്പോൾ മനസ്സിൽ. പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശവും ആളുകളിലേക്ക് എത്തിക്കണം. ടോണിക്കൊപ്പം എന്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന സുഹൃത്തായ ജുവലും ചേർന്നതോടെ റീസൈക്കിൾ ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടുള്ള പ്ലാസ്റ്റിക്കായ മൾട്ടി ലെയർ പ്ലാസ്റ്റിക് അഥവാ MLP ഉപയോഗിച്ച് നിർമ്മിച്ച എക്കോബൈറ്റ് എന്ന ഫുഡ് ട്രക്ക് പിറന്നു. MLP വർഷങ്ങളായിട്ട് റീസൈക്കിൾ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സിമെൻറ്റ് ഫാക്ടറീസിൽ കത്തിക്കുന്നൊരു പ്രോസസ്സ് നടന്നിരുന്നത്. പക്ഷേ ഒരു 5 വർഷം മുമ്പ് ഇതിന് ഒരു സൊല്യൂഷനായിട്ട് ഈ ബോർഡ് ഡെവലപ്പ് ചെയ്തെടുത്തു ഒരു ഗുജറാത്ത് കമ്പനി. അപ്പോൾ എന്നാൽ പോലും അത് കുറേ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ലായിരുന്നു. മിക്കയിടത്തേക്ക് എത്തുന്നില്ലായിരുന്നു ഇതിൻ്റെ ഒരു ബോധവൽക്കരണം. അങ്ങനെയാണ് ഞങ്ങളുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സന്ദർശിക്കുകയും അങ്ങനെ കാണുകയും ചെയ്തു. അപ്പോൾ ഇതിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്നൊരു ഐഡിയയിലാണ് ഞങ്ങൾ എക്കോബൈറ്റ് ഒരു 3 വർഷം മുമ്പ് ഞങ്ങൾ ആലോചിച്ചു തുടങ്ങുന്നത്. വേസ്റ്റ് ഉപയോഗിച്ചുള്ള നിർമ്മാണമായതിനാൽ ഒരു കാലം കഴിഞ്ഞാൽ വീണ്ടും ഇത് ഭൂമിക്ക് ഭാരമാകുമോ എന്ന ചിന്ത ഇരുവർക്കും ഉണ്ടായിരുന്നു. ആ സംശയം നീങ്ങിയതോടെയാണ് പുതിയ നിർമ്മാണ രീതി പരീക്ഷിക്കാൻ ഇരുവരും തയ്യാറായത്. ഇതിൽ ആദ്യത്തെ ഒരു കൺസേൺ അത് തന്നെയായിരുന്നു ഞങ്ങളുടെ. കാരണം ഞങ്ങളിത് ചെന്ന് കണ്ടപ്പോൾ തന്നെ ചോദിച്ചത് അത് തന്നെയായിരുന്നു. ബട്ട് എല്ലാ രീതിയിലും അവർ പറഞ്ഞത് 100% റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണിത്. കാരണം ഇതൊരു രീതിയിലും ഗ്രാനുവൽ ആക്കുന്നില്ല. ഇത് ശരിക്കും ഗ്രൈൻഡ് ചെയ്ത് പീസസ് ആക്കിയിട്ട് ദെൻ അത് പ്രസ് ചെയ്ത് നമുക്ക് ബോർഡ്സ് ആയിട്ട് വരുവാണ്. അത് പിന്നെയും നമുക്ക് ഇതേപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് പിന്നെയും ബോർഡ്സ് ആക്കാൻ സാധിക്കും ഇതുവഴി. സാധാരണ ഫുഡ് ട്രക്കുകളുടെ നിർമ്മാണ തുകയേക്കാൾ കുറഞ്ഞ ചെലവിലാണ് എക്കോബൈറ്റ് നിർമ്മിച്ചതെന്ന് ടോണിയും ജുവലും സാക്ഷ്യപ്പെടുത്തുന്നു. പ്ലാസ്റ്റിക് ആയതിനാൽ തീ പിടിക്കുമെന്ന ആശങ്കയും വേണ്ട. തുരുമ്പ് പിടിക്കാത്തതിനാൽ കാലങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് തത്സമയം. വിഷ്ണു, അങ്ങനെ പെട്ടെന്ന് ആരുടെയും മനസ്സിലേക്ക് വരാത്ത ഒരാശയമാണ്. സാധാരണഗതിയിൽ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ലൈസോ വാങ്ങി കഴിക്കുന്നു, ആ പ്ലാസ്റ്റിക് വേസ്റ്റ് അതേപടി കളയുന്നു എന്നുള്ളതാണ്. എന്നാൽ അതെല്ലാം ശേഖരിച്ച് ഇത്തരത്തിൽ ഒരു ഐഡിയ, ഒരു ഫുഡ് ട്രക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു ആശയം അവരുടെ മനസ്സിലേക്ക് വന്നത് എന്തായാലും വലിയ പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ്. അപ്പോൾ പറയൂ, ആ ഒരു സുഹൃത്തുക്കളുടെ പുതിയ സംരംഭത്തിന്റെ വിശേഷങ്ങൾ. നമ്മൾ ഈ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരുപാട് മാതൃകകൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയമാണ് അവർ പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ ഫുഡ് ട്രക്ക് ഒരു കഫേ ആണ് എന്നാണ് അവർ പറയുന്നത്. അത്തരത്തിൽ അതിനുവേണ്ട എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് അവരത് നിർമ്മിച്ചിട്ടുമുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ഫുഡ് ട്രക്കുകൾ ഉണ്ടാക്കുന്നതെല്ലാം മെറ്റൽ പാർട്സും അതുപോലെ തന്നെ ഇരുമ്പും അത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ അത് MLP എന്നുള്ള മൾട്ടി ലെയർ പ്ലാസ്റ്റിക് എന്ന ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഫുഡ് ട്രക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അത് ഈ മൾട്ടി ലെയർ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ഈ ലേസിൻ്റെ കവർ അതുപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെ കവറുകളെല്ലാം ഉണ്ട്. ഇതൊക്കെ ഈ പ്ലാസ്റ്റിക് ആയിട്ട് തന്നെ വരുന്നതാണ്. എന്നാൽ ഇത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വസ്തുക്കളല്ല. അപ്പോൾ ഇത് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഈ പ്ലാസ്റ്റിക്കും മറ്റും ഈ സിമെൻറ്റ് ഫാക്ടറികളെല്ലാം ഇത് കത്തിക്കുന്നതിന്, അതിൻ്റെ നിർമ്മാണത്തിനായിട്ട് കത്തിക്കാറാണ് സാധാരണഗതിയിലുള്ള പതിവ് ചെയ്യാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്ലാസ്റ്റിക്കിൻ്റെ, ഈ മൾട്ടി ലെയർ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഈ ബിസ്ക്കറ്റിൻ്റെ ലേസിൻ്റെയും എല്ലാം പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വസ്തു ഉണ്ടാക്കുന്നു. അതൊരു ബോർഡ് പോലെ ആക്കി ആ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഈ അരൂരിലുള്ള ഈ ഒരു ഫുഡ് ട്രക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടോണിയും ജുവലുമാണ് ഇത്തരത്തിലുള്ളൊരു ഫുഡ് ട്രക്കിൻ്റെ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. ഒരു 3 വർഷം മുൻപേ ഇവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു ഫുഡ് ട്രക്കിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അത് യാഥാർത്ഥ്യമാകുമ്പോൾ ആളുകളിലോട്ട് ഒരു പ്രകൃതി സംരക്ഷണവും അതുപോലെ തന്നെ അത്തരത്തിലൊരു സന്ദേശം പകരുന്നതാവണം എന്നൊരു ലക്ഷ്യം ഇവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ധാരണയിൽ അല്ലെങ്കിൽ ഒരു MLP ഇതിനെ ഉപയോഗിക്കാമെന്നുള്ള ഒരു ചിന്തയിൽ ഇവർ ഉറയ്ക്കുന്നതും. അതിനു മുമ്പ് തന്നെ ഈ ടോണി, നമുക്ക് ഇപ്പോൾ സംസാരിച്ചപ്പോൾ എല്ലാം മനസ്സിലാകുന്നത് ടോണി വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിൽ പ്രകൃതി സംരക്ഷണവും മറ്റുള്ള അങ്ങനത്തെ ഒരു കാര്യങ്ങളിലൊക്കെ ഒരുപാട് താല്പര്യമുള്ള ആളാണ്. മാലിന്യ സംസ്കരണത്തിൻ്റെയൊക്കെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആഗ്രഹവും അല്ലെങ്കിൽ അതിനുവേണ്ട പ്രവൃത്തികളെല്ലാം ചെയ്യുന്ന ആളാണ്. ഒരുപാട് യാത്രകളൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഈ യാത്രകളിലെല്ലാം കിട്ടുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം കളക്ട് ചെയ്ത് വയ്ക്കുന്ന ഒരു ശീലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ വന്ന് അദ്ദേഹം പഠിച്ചതും ഇത്തരത്തിൽ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു കോഴ്സുമായിരുന്നു. പിന്നീട് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഗുജറാത്തിലൊരു കമ്പനി ഇത്തരത്തിലുള്ള ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ബോർഡ് ഉണ്ടാക്കുന്ന കമ്പനി അവിടെ ഉള്ള വിവരം ടോണി അറിയുന്നതും പിന്നീട് അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച്
അവർ ഇങ്ങനെ ഒരു ഫുഡ് ട്രക്ക് ആരംഭിക്കാനുള്ളൊരു ചിന്ത വന്നപ്പോൾ അത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ടാണ് ഈ ഒരു ഫുഡ് ട്രക്ക് അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. വളരെയധികം ആളുകൾ ഇപ്പോൾ തന്നെ അവിടേക്ക് എത്തുന്നുമുണ്ട്, ഇവരുടെ ഒരു പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നുമുണ്ട്. അതുപോലെ ഇതിൻ്റെ കൂടുതൽ ആശയങ്ങൾ, ഇത് എങ്ങനെയാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത് എന്നുള്ള വിവരങ്ങളെല്ലാം അവർ ചോദിച്ച് മനസ്സിലാക്കുന്നുമുണ്ട് ടോണിയോടും ഈ സുഹൃത്തിനോടും. ഏതായാലും അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ധാരാളം ആളുകളിലോട്ട് ഈ പ്രകൃതി സംരക്ഷണത്തിനും എല്ലാം ഉള്ള ഒരു മാർഗം, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ, ഒരു പുതിയ ഐഡിയ ഇവർക്ക് ലോകത്തോട് പ്രചരിപ്പിക്കാൻ സാധിക്കണമെന്ന ഒരു ചിന്തയോട് കൂടിയാണ് അവർ സാധിച്ചതും. അത് ഇപ്പോൾ നടന്നു പോകുന്നുമുണ്ട്. അതിനു മുൻപ് തന്നെ ഈ കഴിഞ്ഞ ഒരു 1.5 കൊല്ലത്തിന് മുൻപ് ഇത്തരത്തിൽ ഈ ഒരു MLP ഉപയോഗിച്ചതിനൊരു സ്പീഡ് ബോട്ടും ഉണ്ടാക്കിയിരുന്നു. അന്നും ഇവർ രണ്ടുപേരും തന്നെ, ഈ ടോണിയും ജൂലും തന്നെയായിരുന്നു അതിലും പാർട്ട്നേഴ്സായിട്ട് ഉണ്ടായിരുന്നത്. ഏതായാലും അവരുടെ അന്ന് തുടങ്ങിയ ആ ആശയം ഇന്നും ഈ ഒരു പ്രകൃതി സംരക്ഷണം എന്ന ഒരു വലിയ